കോഴിക്കോട് എലൈറ്റിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് റോഡിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കിഴക്കോത്ത് ആവിലോറ സ്വദേശികളായ സക്കരിയ, റിയാസ്, അബ്ദുൾ റസാഖ് എന്നിവരാണ് പിടിയിലായത്. സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഈ തട്ടിക്കൊണ്ടുപോകൽ എന്തിനായിരുന്നു? എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? സുഹൈല്, കഴിഞ്ഞ ദിവസമാണ് എളേറ്റിൽ സ്വദേശിയായിട്ടുള്ള വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയത്. കടയിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിറക്കുകയും 3 പേർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഇതിൽ പിടിയിലായ ഒരു പ്രതിയുടെ ഭാര്യയുമായി ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരം ഒരു ക്രൂരമായ മർദ്ദനം. ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചുകൊണ്ട് ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു. കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് വലിയ രീതിയിൽ നടക്കാൻ പോലും ആവാത്ത വിധത്തിലേക്ക് എത്തിയ ശേഷം റോഡരികിൽ ഉപേക്ഷിക്കുകയും പിന്നീട് ഈ മർദ്ദനത്തിനിരയായ മുഹമ്മദ് ജസീമിന്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം അറിയിക്കുകയും ചെയ്തു. പിന്നീട് സുഹൃത്തുക്കൾ എത്തിയാണ് ജസീമിനെ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്നുള്ള ചികിത്സയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ പ്രതികൾ ഒളിവിൽ പോയത് പോലീസിനെ കുഴച്ചു. മാത്രമല്ല, പോലീസിന്റെ അന്വേഷണം അവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അതിന്റെ ടവറുകൾ പലപ്പോഴും മാറി വരുന്നതും പല സമയങ്ങളിലും ആ ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് അന്വേഷണത്തെ വലിയ രീതിയിൽ അത് പ്രതിസന്ധിയിലാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് 3 അംഗങ്ങളെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. കിഴക്കത്ത് ആവിലോറ സ്വദേശികളായിട്ടുള്ള പാറക്കൽ അബ്ദുൾ റസാഖ്, സഹോദരങ്ങളായിട്ടുള്ള സക്കരിയ, റിയാസ് എന്നിവരെയാണ് കൊടുവള്ളി സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.